വിജയൻ 4ാം റൗണ്ടിലും പിന്നിൽ. എത്ര വോട്ടാണെന്ന് അറിയാം. ബിജീഷിനെ ഉടൻ കിട്ടണം. ധർമ്മടത്തെ ധർമ്മസങ്കടമല്ല, ധർമ്മടത്തെ തോൽവിയാണ്. ധർമ്മടത്ത് തോറ്റുകൊണ്ടിരിക്കുന്നു പിണറായി വിജയൻ 4ാം റൗണ്ടിലും പിന്നിൽ. ഇനി തിരിച്ചു വരാൻ പറ്റുമോ പിണറായി വിജയന്? പിണറായി വിജയൻ പിന്നിൽ പോകുന്നു എന്ന് വെച്ചാൽ 1 റൗണ്ടിലാണോ അല്ല, 2 റൗണ്ടിലാണോ അല്ല, 3ാം റൗണ്ടിലും പിണറായി വിജയൻ പിന്നിൽ പോകുന്നു. എത്ര റൗണ്ടായി? 4ാം റൗണ്ടിലും പിന്നിൽ പോകുന്നു. അപ്പൊ ബിജീഷ് ഗോവിന്ദൻ, പിണറായി വിജയൻ തോക്കുവോ ബിജീഷെ? അനിശ്ചിത ഇതിനകത്ത് അഞ്ചരക്കണ്ടി പഞ്ചായത്തിന്റെ ഒരു ഭാഗം എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു. 4 ഘട്ടം, 4ാം റൗണ്ട് കൂടി പൂർത്തിയായിരിക്കുന്നു. 15 റൗണ്ടിൽ 4ാം റൗണ്ട് കൂടി പൂർത്തിയായ ഘട്ടത്തിലാണ് ഇപ്പോൾ 2812 വോട്ടിന് പിണറായി വിജയൻ പിന്നിൽ നിൽക്കുന്നത്. തുടർച്ചയായിട്ട് ആദ്യഘട്ടം മുതൽ VP റഷീദ് ഇവിടെ വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. 4ാം റൗണ്ട്, അതായത് അഞ്ചരക്കണ്ടി പഞ്ചായത്ത് CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. ആ പഞ്ചായത്തിന്റെ ഒരു ഭാഗം എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് 2812 വോട്ടിന് പിണറായി വിജയൻ പിന്നിൽ പോകുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഇനി വേങ്ങാട് പഞ്ചായത്തിലേക്കാണ് വോട്ടെണ്ണൽ വരേണ്ടത്. അഞ്ചരക്കണ്ടി പഞ്ചായത്തിലെ ബാക്കി വോട്ടുകളും ഒപ്പം തന്നെ വേങ്ങാട് പഞ്ചായത്തുമാകും 5ാം റൗണ്ടിൽ എണ്ണുക. നിഷാദ്, യെസ്, പിണറായി വിജയൻ 4ാം റൗണ്ടിലും പിന്നിലാണ്. അതായത് കപ്പിത്താൻ കപ്പലിനോടൊപ്പം ആടി ഉലയുന്നു എന്നുള്ളതാണ്. കപ്പലും മുങ്ങും കപ്പിത്താനും മുങ്ങുമോ എന്നാണ് നോക്കേണ്ടത്. ഏതായാലും 2800ഓളം വോട്ടിന്റെ ലീഡ് അവിടെ റഷീദ് നേടുകയാണ്. അബ്ദുൾ റഷീദ് UDF സ്ഥാനാർത്ഥി. അല്ല,